Good morning, good morning. Sit down. എന്താടെ ആർക്കും ഗുഡ് മോർണിംഗ് പറയാനൊരു ഉഷാറില്ലാത്തത്? പേപ്പറൊക്കെ കണ്ടിട്ടാന്നോ? മാത്സിൻ്റെ പേപ്പറൊക്കെ കണ്ടിട്ടാന്നോടെ? എല്ലാവർക്കും മാർക്കുണ്ട് കേട്ടോ, നല്ല ഫുൾ മാർക്കുണ്ട് എല്ലാവർക്കും. പിന്നെ എന്തൊക്കെയാ രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? എന്തൊരു ചൂടല്ലേ, ഭയങ്കര ചൂട്. എല്ലാവരും നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കണം കേട്ടോ. വെയിലത്തൊന്നും ക്ലാസ് വിട്ട് പോയാൽ വെയിലത്തൊന്നും പോയി കളിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. വൈകിട്ട് 5 മണി കഴിഞ്ഞിട്ട് വീടിന് പുറത്തിറങ്ങി കളിക്കാൻ പോകാവൂ. ഓക്കെ, അപ്പം നമുക്ക് അറ്റൻഡൻസ് വിളിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കലാപരിപാടി തുടങ്ങാം കേട്ടോ. എല്ലാവരും ഉണ്ടോ എന്ന്? അതോ മാത്സിൻ്റെ പേപ്പറൊക്കെ തരുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും മുങ്ങിയേക്കുവാന്നോ? ഇന്നത്തെ ഡേറ്റ് എത്രയാടെ? 9/10. അമൽ, അഖില, ആദിൽ, ബീന. ബീന വന്നില്ലേ? എന്ത് പറ്റി? സൂരജും വന്നില്ല? ആഹാ, പേപ്പർ തരുമെന്ന് പറഞ്ഞിട്ട് മുങ്ങിയേക്കുവാന്നോ? ഇന്ന് വരാത്തവരൊക്കെ നാളെ ഓഫീസ് റൂമിൽ വന്ന് എന്നെ കണ്ടിട്ട് കയറിയാൽ മതി എന്ന് പറയണം കേട്ടോ. പേപ്പർ തരുമെന്നും പറഞ്ഞ് എല്ലാവരും മുങ്ങിയേക്കുവാ. എല്ലാ സബ്ജക്റ്റിനെയും തന്നോ മാർക്കൊക്കെ? ഇനി മാത്സ് മാത്രമേ ഉള്ളൂ അത് കിട്ടാനേ. എല്ലാത്തിനും കിട്ടിയോ? മാർക്കൊക്കെ ഉണ്ടോ? മാത്സിന് എല്ലാവർക്കും ഫുൾ മാർക്കാട്ടോ. നോക്കാം, പേപ്പർ തരട്ടെ. പേര് വിളിക്കുന്നവർ ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് എൻ്റെ അടുത്ത് വന്ന് വായിച്ച് സമ്മാനവും വാങ്ങിച്ചിട്ട് പോകണം കേട്ടോ. അമൽ, അമൽ എവിടെ? അമൽ, വാ വാ, ഓടിയോ ഓടി വാ. ഇംഗ്ലീഷിന് എത്ര മാർക്കുണ്ട് നിനക്ക്? എത്ര? കേട്ടില്ല, ഉറച്ച് പറയടാ. നിന്റെ മാർക്ക് പറയുന്നതിന് നീ എന്തിനാ നാണിക്കുന്നേ? അവരോട് കേൾക്കട്ടെ, തിരിഞ്ഞിക്ക്, അവരോട് കേൾക്കട്ടെ. എത്ര മാർക്കുണ്ട് ഇംഗ്ലീഷിന്? 50-ൽ 30. ഇതിനാണോ അത്ര നാണിച്ചത് മാർക്ക് പറയാന്? മാത്സിന് നിനക്ക് 35 കേട്ടോ. കുറച്ചുകൂടെ ഒക്കെ പഠിക്കണേ. ഇടയ്ക്ക് കുറച്ച് ഉളപ്പില്ലയോ, അതിൻ്റെ ഇപ്പം 35 ആയപ്പോൾ ഞാൻ വിചാരിച്ചു നീ നന്നായിട്ട് പഠിക്കുമെന്ന്. ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. 50-ൽ 50 വാങ്ങണേ. ഓക്കെ, എന്നാ പോയിരുന്നു. അടുത്ത മഹാനാരാ? ആദിൽ, ഓടി വാ. നോക്കിയേ എത്ര പേപ്പറാ എഴുതി വെച്ചേക്കുന്നേ നോക്കിയേ. 3, 4, ഒരു 5-6 പേപ്പർ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ മാർക്കൊന്നുമില്ല. ക്വസ്റ്റ്യൻ അതേപടി അങ്ങ് എഴുതി വെച്ചേക്കോ. ബാക്കി സബ്ജക്റ്റിനൊക്കെ എത്ര മാർക്കുണ്ട് നിനക്ക്? ബാക്കിയൊക്കെ എത്ര ഉണ്ട്? പറ, പെട്ടെന്നാവട്ടെ. ഏതെങ്കിലും സബ്ജക്റ്റിന് ജയിച്ചോ? മാത്സിൻ്റെ മാർക്ക് ഉണ്ടോ? ഇങ്ങനെ പോയാൽ അങ്ങനെ ശരിയാവുന്നേ? ഇപ്പം തൽക്കാലം ഇത് പിടിച്ചോണ്ട് അവിടെ ചെന്ന് നിൽക്ക്, ഞാൻ വിളിക്കാം. ശരി. അടുത്ത ആള് അഖില. അഖില ഓടി വാ.
എളുപ്പം വാ, ബാക്കിയുള്ളവർക്ക് കൂടെ കൊടുക്കണം. ഇപ്പം ബെല്ലടിക്കും. അഖില എന്തു പറ്റി? ഓളപ്പാന്നല്ലോ ഈ കുറച്ച് നാൾ കൊണ്ട്. ഓണമൊക്കെ അടിച്ച് പൊളിച്ചുകൊണ്ട് പരീക്ഷയൊന്നും എഴുതാൻ പറ്റിയില്ലയോ? എടേ, ഓണത്തിനങ്ങ് തകർത്തങ്ങ് ആഘോഷിച്ച ഓണം. അഖിലയ്ക്ക് 50-ൽ 25. കഷ്ടിച്ച് ജയിച്ചു. ഇങ്ങനെയൊന്നും പോയാൽ ശരിയാകത്തില്ല കേട്ടോ. ഇനി അടുത്ത വർഷം ഏത് ക്ലാസ്സിലാണ് നിങ്ങൾ? കൊച്ചു ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നാ വിചാരം? ഇതാ ഇതും പോയി പിടിച്ചോണ്ട് അവിടെ ചെന്നേക്ക്. അടുത്ത ആള് അരുൺ. വാ. ഒന്നുമില്ല, എൻ്റെ പേപ്പറിൽ ഒന്നുമില്ല, ഒറ്റ പേപ്പർ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മഹാനെ ഞാൻ സിലബസിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻ വരെ അവൻ എഴുതി വെച്ചിട്ടുണ്ട്. ആരായിരുന്നു? ആദിലായിരുന്നു. ആണോ ആദിലെ? 20ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ സിലബസിൽ നമുക്ക് പഠിക്കാനേ പറഞ്ഞിട്ടില്ലായിരുന്നു. അതിൻ്റെ ക്വസ്റ്റ്യനും അവൻ എഴുതി വെച്ചിട്ടുണ്ട്. 5-6 പേപ്പർ നിറച്ചങ്ങ് എഴുതി വെച്ചിട്ടുണ്ട്. നോക്കിക്ക്, അവിടെ നിൽക്കി, ഞാൻ വരുന്നുണ്ട് കേട്ടോ. അരുൺ, എന്താ അരുണേ, ഇങ്ങനെയൊക്കെ മതിയോ? നോക്ക് എത്ര മാർക്കുണ്ടെന്ന് നോക്ക് നീ. എന്നാ കൊണ്ടുപോ, അവിടെ ചെന്ന് നിൽക്ക്. അപ്പം എല്ലാവരും പേപ്പറൊക്കെ കിട്ടിയോ? എത്ര മാർക്കുണ്ട് എല്ലാവരും നോക്കിയോ? നന്നായിട്ട് നോക്കിയോ? നിങ്ങൾ എഴുതിയതിനൊക്കെ ഞാൻ മാർക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. എഴുതിയ പേപ്പറിനൊക്കെ ഞാൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും നോക്കിക്കഴിഞ്ഞല്ലോ? ശരി. 15 മാർക്കിന് താഴെയുള്ളവരൊന്ന് എഴുന്നേറ്റേ. 15 മാർക്കിന് താഴോട്ടുള്ളവർ എഴുന്നേറ്റേ. പെട്ടെന്നാവട്ടെ, പെട്ടെന്നാവട്ടെ. എത്ര പേരുണ്ട്? 3 പേര്. 3 പേരേ ഉള്ളൂ. അതിൽ 10-നും 15-നും ഇടയ്ക്കുള്ളവർ ഇരുന്നേ അവിടെ. 10-നും 15-നും, അതായത് 10 മാർക്കും അതിന് മുകളിലോട്ട് 15 മാർക്ക് വരെയുള്ളവർ ഇരുന്നേ. ഒരാൾ. ബാക്കി 2 പേരെങ്കിൽ വാ. നിങ്ങൾക്ക് 10 താഴെയല്ലേ മാർക്ക്? എളുപ്പം വാ, എളുപ്പം വാ. വരിവരിയായിട്ട് എങ്ങോട്ട് നിന്നേ. എന്താ ഇങ്ങനെ പഠിച്ചാൽ എവിടെ ചെല്ലും? ആദിൽ, ഇങ്ങനെ പഠിച്ചാൽ എവിടെ ചെല്ലുന്നു? ഇങ്ങോട്ട് കണ്ട് കൈ കാണിക്കുക. കൈ വലിക്കരുത്. കൈ വലിച്ചിട്ട് പിന്നെ നാളെ കംപ്ലൈൻറ്റുമായിട്ട് അമ്മയും അപ്പനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ എനിക്ക് ഒരു രക്ഷയില്ല കേട്ടോ. അതുകൊണ്ട് കൈ വലിക്കാതെ കിട്ടാനുള്ളത് മേടിച്ചുകൊണ്ട് സീറ്റിൽ പോയിരിക്കാം. കണ്ട കൈ വലിക്കരുതെന്നാണ് പറഞ്ഞത്. കൈ വലിച്ച ഒരടി കൂടുതലാണ്. ഓക്കെ, പോയിരി. അടുത്ത ആള് അരുൺ, വരട്ടെ. പോയിരി. എല്ലാവർക്കും കിട്ടിയല്ലോ? പേപ്പറും കിട്ടി, സമ്മാനവും കിട്ടിയല്ലോ. തീർന്നില്ല. നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇരിപ്പില്ലേ? ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇരിപ്പില്ലേ? 25 മാർക്കിന് താഴോട്ട് കിട്ടിയവർ ആ ക്വസ്റ്റ്യനും ആൻസറും ഓരോ തവണ എഴുതുക. 25-നും 15 മാർക്കിനും ഇടയ്ക്കുള്ളവർ ക്വസ്റ്റ്യനും ആൻസറും, അതായത് ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം എഴുതിയിട്ട് ആൻസർ 5 പ്രാവശ്യം എഴുതുകയല്ല ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ എഴുതി ആൻസർ എഴുതുക, വീണ്ടും ക്വസ്റ്റ്യൻ എഴുതി ആൻസർ എഴുതുക. പറഞ്ഞു കേട്ടല്ലോ? ചില മാമാരുണ്ട്, ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ അങ്ങ് എഴുതി വെക്കും, താഴോട്ട് ആൻസർ അങ്ങ് എഴുതും 5ഉം 10ഉം പ്രാവശ്യം. അങ്ങനല്ല, ഓരോ തവണയും ക്വസ്റ്റ്യനും ആൻസറും എഴുതി 5 പ്രാവശ്യം എഴുതിക്കൊണ്ട് വരിക. 25-നും 20-നും മാർക്കിന് ഇടയ്ക്ക് കിട്ടിയവർക്ക്. അതിന് താഴോട്ട് ഉള്ളവരെല്ലാവരും 10 പ്രാവശ്യം വീതം ആ ക്വസ്റ്റ്യനും ആൻസറും എഴുതിക്കൊണ്ട് വരിക. മൊത്തം ക്വസ്റ്റ്യൻ ആൻസർ എ പാർട്ട് ഫുള്ള്. കേട്ടല്ലോ? ഇത് എഴുതാതെ അടുത്ത ക്ലാസ്സിൽ ഒറ്റയൊരെണ്ണം എൻ്റെ ക്ലാസ്സിൽ കയറണ്ട. പറഞ്ഞു കേട്ടല്ലോ? ഇനി ആര് വന്നാലും ഇല്ലെങ്കിലും ആരെ വിളിച്ചുകൊണ്ട് വന്നാലും ഞാൻ ഈ ഒരു ഇമ്പോസിഷൻ എഴുതിയിട്ട് മാത്രം എൻ്റെ ക്ലാസ്സിൽ കയറിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരെ പറഞ്ഞ് HMൻ്റെ അടുത്തോട്ട് വിടും. എൻ്റെ ക്ലാസ്സിൽ ഞാൻ മാത്സ് ക്ലാസ്സിൽ പിന്നെ ഞാൻ ഇരുത്തത്തില്ല. നോക്കട്ടെ പഠിക്കുമല്ലോ എന്ന് നോക്കട്ടെ.
ക്ലാസ്സിലെല്ലാവരും പെട്ടെന്ന് ആൻസർ ചെയ്യും, ഹോംവർക്ക് വൃത്തിയായിട്ട് എഴുതിക്കൊണ്ട് വരും. എക്സാം ഇട്ടപ്പോൾ ആരുടെയും പേപ്പറിനകത്തൊന്നുമില്ല. എവിടെ പോയി? എല്ലാവരും ഓണത്തിലങ്ങ് പോയോ? ഓണമൊക്കെ അടിച്ചു പൊളിച്ചങ്ങ് കളഞ്ഞു. ഓണം കഴിഞ്ഞിട്ടായിരുന്നു എക്സാം. അതുകൊണ്ട് ആരും ഒന്നും പഠിച്ചില്ല. അങ്ങനെ പോരാ കേട്ടോ. അടുത്ത ക്രിസ്മസ് പരീക്ഷയ്ക്കെങ്കിലും നന്നായിട്ട് പഠിച്ച് മാർക്ക് മേടിക്കാൻ നോക്കുക. മാത്സ് മാത്രമല്ല, എല്ലാ സബ്ജക്റ്റും. കേട്ടല്ലോ? ഒരു സബ്ജക്റ്റിന് പോലും എൻ്റെ ഈ ക്ലാസ്സിൽ നിന്ന് ഒറ്റ പിള്ളേരും തോക്കരുത്. പറഞ്ഞ കേട്ടല്ലോ? ശരി, എല്ലാവരും ബുക്ക് എടുത്ത് വെക്ക്, പേപ്പറൊക്കെ എടുത്ത് വെക്ക്. നാളെ പേരൻസിനെ കൊണ്ട് സൈൻ ഇടിപ്പിച്ചിട്ട് വരണം കേട്ടോ. സൈൻ ഇടാതെ ആരും ഇങ്ങോട്ട് വരണ്ട. സൈൻ ഇട്ട് മാർക്ക് കുറഞ്ഞു പോയതിൻ്റെ റീസൺ എന്താണെന്ന് പേരൻസിനെ കൊണ്ട് എഴുതി വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നാൽ മതി. എൻ്റെ മകന് അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് ഇത്രയും മാർക്ക് കുറഞ്ഞു പോയി, അതിനുള്ള കാരണം എന്താണ്? എൻ്റെ കയ്യിൽ തെറ്റാണോ, അതോ നിങ്ങൾ പഠിച്ചതിൻ്റെ കുഴപ്പമാണോ, ഞാൻ പഠിപ്പിച്ചതിൻ്റെ കുഴപ്പമാണോ, എന്താണെന്ന് വെച്ചാൽ അതിനുള്ള റീസൺ എഴുതിക്കൊണ്ട് വന്നാൽ മതി നാളെ ക്ലാസ്സിൽ. അതുപോലെ തന്നെ ഇന്ന് വരാത്തവർ നാളെ ഓഫീസ് റൂമിൽ വന്ന് എന്നെ കണ്ടിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന് പറയണം. പറഞ്ഞു കേട്ടല്ലോ? ശരി, പേപ്പറൊക്കെ എടുത്ത് വെക്കാം. ഇനി വീട്ടിൽ ചെന്നിട്ട് നോക്കാം. എന്തൊരു ചൂടാ പിള്ളേരെ ഇത്. നമ്മുടെ ഈ ഫാൻ എന്താടേ കറങ്ങാത്തത്? നിങ്ങളൊന്ന് കംപ്ലൈൻറ്റ് ചെയ്യാൻ എന്താ? ഈ ചൂടത്ത് എങ്ങനെ ഇരിക്കുന്നത് ഫാനൊന്നും ഇല്ലാതെ? അച്ഛമ്മാമിൻ്റെ അടുത്തൊന്ന് പറയാൻ എന്ത്? ഞാനിവിടെ പറയാം, നിങ്ങളൊന്ന് പറയണം കേട്ടോ. പിന്നെ മാത്സ് ക്ലബിൽ ഉള്ളവരാരൊക്കെയായിരുന്നു? മാത്സ് ക്ലബിൽ ഉള്ളവരൊക്കെ ഒന്ന് എഴുന്നേറ്റേ. എളുപ്പമാവട്ടെ. മാത്സ് ക്ലബ്ബ് ശരി, 4-5 പേരല്ലേ? അതിനുള്ള ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഓക്കെ, ഇരുന്നോ. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താണെന്നറിയോ? അതറിയാം. ടൂറ് പേപ്പറിനകത്തൊന്നും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ടൂറ് പോയാൽ മതി, അല്ലയോ? വീട്ടിലൊക്കെ അനുവാദം വാങ്ങിച്ചോ എല്ലാവരും? അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പിന്നീട് പറയുന്നതായിരിക്കും. സ്ഥലം പറഞ്ഞോ? എവിടെയാണെന്ന് പറഞ്ഞോ? മാമ വല്ലതും പറഞ്ഞോ? എവിടെയാണ് പോകുന്നത്? പറഞ്ഞില്ലല്ലേ? പറയും, നിങ്ങളുടെ അടുത്ത് പിന്നീട് അത് വിശദമായിട്ട് പറയും. അപ്പം നിങ്ങൾ ഇപ്പോഴേ വീട്ടിൽ പറഞ്ഞ് പോകുന്നവരുണ്ടെങ്കിൽ സമ്മതം മേടിച്ച് അനുവാദം മേടിച്ച് എത്ര പേര് പോകുന്നുണ്ടെന്നുള്ളത് നാളെ ക്ലാസ്സിൽ വരുമ്പം പറയാം കേട്ടോ. വീട്ടിൽ ചോദിച്ചിട്ട് നാളെ ക്ലാസ്സിൽ വരുമ്പോൾ എത്ര പേര് ടൂറിന് പോകാൻ താല്പര്യമുണ്ട് എന്ന് വെച്ചാൽ പറയുക. അതനുസരിച്ച് നമുക്ക് വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്യണം, അതിനുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം. എവിടെയാണ് പോകുന്നതെന്നൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യണം. ഓക്കെ. പിള്ളേരെ ഞാൻ പറഞ്ഞു കേട്ടോ, ഈ വെയിലത്തൊന്നും ആരും ഇറങ്ങിപ്പോയി കളിക്കരുത്. നന്നായിട്ട് വെള്ളം കുടിച്ച് വീട്ടിൽ റെസ്റ്റ് ചെയ്യണം കേട്ടോ. ഭയങ്കര ചൂടാണ്. എന്താടേ അവിടെ കൂട്ട ചർച്ച? ടൂറിന് പോകുന്ന കാര്യമാണോ മാർക്കാണോ എന്താ ചർച്ച ചെയ്യുന്ന എല്ലാവരും കൂടെ? ഞാനിവിടെ കേൾക്കട്ടെ, പറ. ഉണ്ടായിരുന്നേ. എന്തൊരു ബഹളമാ. ഒരിത്തിരി സമയം കിട്ടിയാൽ ക്ലാസ് എടുത്ത് തല കുത്തനെ വെക്കും. അതിനൊക്കെ മിടുക്കത്തുകളും മിടുക്കന്മാരുമാ. പെണ്ണുങ്ങൾ ഒട്ടും മോശമല്ല, ആണുങ്ങളുടെ കൂട്ട് തന്നെ. ഇച്ചിരി സമയം കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞത് കാര്യം പറഞ്ഞോണം. എന്താ പെണ്ണുങ്ങൾ ഇത്ര ഈ കാര്യം പറയാനേ? ഞാനോട് കേൾക്കട്ടെ, പറ. എന്താ ടൂർ പോകുന്ന കാര്യമാണോ? ടൂർ പോകുന്ന കാര്യം നാളെ വീട്ടിൽ ചെന്നിട്ട് ആലോചിച്ച് പേരൻസുമായിട്ട് ആലോചിച്ചിട്ട് വന്നെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ. ഹോംവർക്കൊക്കെ ചെയ്തായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഹോംവർക്കൊക്കെ ചെയ്തായിരുന്നോ? ബെല്ലടിച്ചല്ലോ. ചെയ്യാത്തവരുണ്ടെങ്കിൽ നാളെ ചെയ്തിട്ട് വരണം കേട്ടോ. ഹോംവർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് വരണം. അതുപോലെ തന്നെ എന്താ പറയുക, എൻ്റെ കണക്ക് പുസ്തകവും കംപ്ലീറ്റ് ആക്കാനുള്ളവർ കംപ്ലീറ്റ് ആക്കി നാളെ രാവിലെ വരുമ്പോൾ ക്ലാസ് ലീഡർ ആരാ? ആദിൽ. ക്ലാസ് ലീഡർ പിന്നെ കളക്ട് ചെയ്ത് എല്ലാവരുടെയും കണക്ക് പുസ്തകം കളക്ട് ചെയ്തിട്ട് ഓഫീസ് റൂമിൽ കൊണ്ടുവച്ചേക്കണം കേട്ടോ. ആരൊക്കെ കൊണ്ടുവരാനുണ്ടെന്ന് വെച്ചാൽ പേരെഴുതി വെക്കുക. ഞാൻ ക്ലാസ്സിൽ വരുമ്പം പറഞ്ഞാൽ മതി. അവർക്കുള്ള ശിക്ഷ ഞാൻ കൊടുത്തോളാം കേട്ടല്ലോ. ഓക്കെ, ശരി, എല്ലാവരും പോയിക്കോളൂ. ഓടാതെ ഇറങ്ങിപ്പോ. ലൈനായിട്ട് ഇറങ്ങിപ്പോയേ.
കൂട്ടം കൂടി. ലൈനായിട്ട് ഇറങ്ങിപ്പോ പിള്ളേരെ. ശരി, ഓക്കെ.